ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നും ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല. കാരണം എല്ലാവരും നേരത്തെ കഴിക്കണവരായതുകൊണ്ട് ഷൂട്ടിങ്ങും അതേപോലെ കുക്കിങ്ങും ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ചട്നിയും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടെ ചട്നിയും പിന്നെ തക്കാളി ചമ്മന്തിയും പച്ച ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ മിക്കവാറും ചമ്മന്തി ചട്നി എന്തായാലും ഉണ്ടാവും കേട്ടോ. രണ്ടും ഉണ്ടാവും. ഇവിടെ രണ്ടും എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ. എനിക്ക് ചട്നി അത്ര ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ചട്നി വേണം. അപ്പോൾ രണ്ടും എന്തായാലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തി ഞാനെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കും. ഇത്തിരി നല്ലോണം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ എരിവിനാവശ്യമായ വറ്റൽമുളക്, 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും 2 വലിയ ഉള്ളിയും കൂടി മുറിച്ചിട്ടിട്ട് ഉഴുന്നൊക്കെ നന്നായി ഒന്ന് ചുവന്ന് വരുന്ന വരെ വഴറ്റുക. ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 3 വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി കൂടുതൽ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരുന്ന വരെ നന്നായി വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി തണുത്ത് വരുമ്പോൾ മിക്സിയിൽ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കുക. ഒരുപാട് ഫൈനായി അരയണ്ട, ഇത്തിരി ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടണ പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തു. തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിൽ തേങ്ങ ചേർത്ത് തക്കാളി ചട്നി ആക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചേർക്കാറില്ല, ഇങ്ങനെ ഞാൻ ചെയ്യാറ്. പിന്നെ അതിലിത്തിരി വെളിച്ചെണ്ണയിൽ കടുക് ഉഴുന്നുപരിപ്പും കൂടിയിട്ട് വറുത്ത് കൂട്ടി. അപ്പോൾ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി. ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആയിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ തട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഇതവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചട്നി എങ്ങനെ ഞാൻ ചെയ്യാറ് വെച്ചാൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചട്നി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ നമ്മൾ ചട്നിക്ക് ഞാൻ പഴുത്ത മുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് പഴുത്തത് ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതന്നെ ഞാൻ ചട്നിക്ക് എടുക്കാറ് കേട്ടോ. അതിനൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ അതും കുറച്ച് പൊട്ടുകടലയും കൂടി എണ്ണയിലൊന്ന് ചൂടാക്കുക. കളറൊന്നും മാറരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്നിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര ചട്നി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടുകടല ചൂടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ അതിനൊരു ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചട്നിയുടെ അവസാനം കടുകും കറിവേപ്പിലൊക്കെ വറുത്ത് കൂട്ടുക. നമുക്കിവിടെ ചട്നി ഇത്തിരി ലൂസായിട്ട് വേണം കേട്ടോ. കട്ട ചട്നി നമുക്കങ്ങനെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി ചട്നി എപ്പോഴും ലൂസായിട്ട് ഉണ്ടാക്കും. പിന്നെ പച്ച ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് ഞാൻ വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്, വലിയ ഉള്ളിയും വറ്റൽമുളകും കുറച്ച് ഉപ്പും കൂടിയിട്ട് വെള്ളമൊന്നുമില്ലാതെ നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. അതുപോലെ ചമ്മന്തി, പച്ച ചമ്മന്തി, അതുപോലെ തക്കാളി ചമ്മന്തി, ചട്നി എല്ലാം റെഡിയായി കേട്ടോ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.